ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളെയും ആഴത്തിൽ ആധികാരികമായി പഠിക്കാനും മനസ്സിലാക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായ ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടനം നമ്മൾ നടത്തുകയാണ്. മക്കബായരുടെ ചരിത്രം ഒരു കുടുംബത്തിൻ്റെ ചരിത്രവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ചരിത്ര പാഠങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഗ്രീക്ക് സാമ്രാജ്യത്തിലെ സെലൂസിഡ് വിഭാഗത്തിലെ അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന രാജാവിൻ്റെ ഭരണകാലം. യഹൂദർ അതികഠിനമായ മത നിരാസങ്ങൾക്ക് വിധേയരാകേണ്ടി വന്ന ഒരു കാലം. അക്കാലത്ത് ജെറുസലേം ദേവാലയം പോലും അശുദ്ധമാക്കപ്പെടുന്ന അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ കെട്ടകാലത്ത് ജെറുസലേമിൽ നിന്നും സ്വദേശത്തേക്ക് മടങ്ങുന്ന ഒരു പുരോഹിത കുടുംബം. ആ കുടുംബത്തിലെ പിതാവിൻ്റെ പേര് മത്താത്തിയാസ് എന്നാണ്. അവരുടെ സ്വദേശം മൊദൈൻ എന്ന ഗ്രാമപ്രദേശമാണ്. ഇതാ ഇപ്പോൾ മൊദൈനിലേക്കും രാജാവിൻ്റെ കൽപ്പനയുമായി രാജകിങ്കരന്മാർ എത്തിയിരിക്കുന്നു. ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ, അവരുടെ വിശ്വാസത്തെ അവർ തള്ളിപ്പറയണം. യവന ആചാരങ്ങൾ, യവന വിശ്വാസങ്ങൾ, യവന വിശ്വാസ സംഹിതകൾ എന്നിവ അവർ ശിരസിൽ വഹിക്കണം. മാത്രവുമല്ല, ഗ്രീക്ക് ദേവീദേവന്മാർക്ക് ബലികളർപ്പിക്കണം. ഇത്തരത്തിൽ അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ കാലം മുതൽ തുടങ്ങിയ ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും അതിനോട് ചേർന്ന് പോകാൻ, സമരസപ്പെടാൻ ഒരു വലിയ വിഭാഗം യഹൂദർ തീരുമാനിച്ചു. അവരെ മക്കബായ ഗ്രന്ഥം അധർമ്മികൾ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ മക്കബായരുടെ ഈ കുടുംബം, മത്താത്തിയാസിൻ്റെ കുടുംബം, മത്താത്തിയാസും മക്കളും അടങ്ങുന്ന കുടുംബം, അവർ ഇത്തരത്തിലുള്ള യവന അധിനിവേശത്തെ ചെറുത്തു നിൽക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. അതിനെയാണ് നമ്മൾ മക്കബായ വിപ്ലവം എന്ന് പറയുന്നത്. മക്കബായ വിപ്ലവത്തിൻ്റെ വലിയ ചരിത്രത്തിലൂടെ നമ്മൾ ഇതിനകം കടന്നു പോന്നു. മത്താത്തിയാസ് എന്ന ആ പുരോഹിതൻ്റെ മരണത്തെക്കുറിച്ച്, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തെക്കുറിച്ച്, യൂദാസ് മക്കബേയൂസ് എന്ന ധീരനായ പോരാളിയുടെ നേതൃത്വത്തിൽ മക്കബായർ നേടിയ അനേകം യുദ്ധവിജയങ്ങളെക്കുറിച്ചൊക്കെ നാം ഇതിനകം കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിലെ അവസാന ഭാഗത്ത് 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, സെലൂസിഡ് സാമ്രാജ്യത്തിൽ ഒരു ഭരണ മാറ്റം നടക്കുകയാണ്. അന്ത്യോക്കസ് എപ്പിഫാനസ് 4-ാമൻ ഇതിനകം മരണപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുത്രൻ അന്ത്യോക്കസ് എവുപ്പാത്തോർ രാജസിംഹാസനത്തിലേക്ക് കടന്നു വരുന്നു. പക്ഷെ അധികം താമസിയാതെ ദെമിത്രിയൂസ് എന്ന മറ്റൊരു സെലൂസിഡ് രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ കാരാഗ്രഹവാസത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇവിടേക്ക് കടന്നു വരികയും രാജസ്ഥാനം ഏറ്റെടുക്കുകയും തൻ്റെ പ്രതിയോഗികളായിരുന്ന പുതിയ രാജാവ് അന്ത്യോക്കസ് എവുപ്പാത്തോർ ഉൾപ്പെടെയുള്ളവരെ വധിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഇതാ ദെമിത്രിയൂസിൻ്റെ ഭരണകാലമാണ്. ദെമിത്രിയൂസിൻ്റെ ഭരണകാലത്ത് പണ്ട് മക്കബായർ അധർമ്മികൾ എന്ന് കണ്ടിരുന്ന, അതല്ലെങ്കിൽ യവന ആചാരങ്ങളോടും യവന ദൈവവിശ്വാസത്തോടു പോലും സമരസപ്പെടാൻ തയ്യാറായിരുന്ന
തങ്ങളുടെ രൂഢമൂലമായ യഹൂദ വിശ്വാസ സംഹിതയെ തള്ളിപ്പറയാൻ പോലും തയ്യാറായിരുന്ന അധർമ്മികളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ, അൽക്കിമൂസ് എന്നു പേരായ ഒരു വ്യക്തി ദെമിത്രിയൂസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയാൾ ജന്മം കൊണ്ട് യഹൂദനാണ്, പക്ഷേ കർമ്മം കൊണ്ട് അയാൾ യഹൂദരുടെ അടിസ്ഥാന മൂല്യങ്ങളെ തൃണവൽഗണിച്ചവനാണ്. അയാൾ രാജാവിൻ്റെ അടുത്ത് ചെന്ന് യൂദാസ് മക്കബേയൂസും മറ്റ് മക്കബായരും ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നു. അത് ഈ സാമ്രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യം രാജസന്നിധിയിൽ ഉണർത്തിക്കുന്നു. അയാൾക്ക് ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത്, തന്നെ ദെമിത്രിയൂസ് രാജാവ് പ്രധാന പുരോഹിതനായിട്ട് നിയമിക്കണം. അങ്ങനെ പ്രധാന പുരോഹിതൻ ആയിത്തീരണമെന്ന വലിയ സ്വപ്നവുമായി ഒരു വിജാതീയ രാജാവിൻ്റെ, സെലൂസിഡ് രാജാവായിരുന്ന ദെമിത്രിയൂസിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്ന അൽക്കിമൂസിൻ്റെ കഥയാണ് ഇനി തുടർന്ന് നമുക്ക് വായിക്കാനായിട്ട് ഉള്ളത്. ഈ സമയം മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. സാധിക്കുമെങ്കിൽ നിങ്ങളും എന്നോടൊപ്പം വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് നമുക്ക് ഒരുമിച്ച് ഈ വചനഭാഗം വായിച്ച് പോകാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അൽക്കിമൂസ് പ്രധാന പുരോഹിതനാകാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. ജനത്തെ അലട്ടിയിരുന്നവർ അവനോട് ചേർന്നു. യൂദാദേശം അവർ കീഴടക്കി. ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു. അൽക്കിമൂസും അനുയായികളും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു. അത് വിജാതീയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു. യൂദായിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു. നഗരവാസികൾ നാട്ടിൻ പുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി. യൂദാസും കൂട്ടരും ശക്തിയാർജിച്ച് വരികയാണെന്നും അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അൽക്കിമൂസ് മനസ്സിലാക്കി. അതിനാൽ അവൻ രാജാവിൻ്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി. അൽക്കിമൂസും യൂദാസ് മക്കബേയൂസും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അൽക്കിമൂസ് ജന്മം കൊണ്ട് ഒരു യഹൂദനായിരുന്നു, പക്ഷേ അയാൾ ഹെലനിസ്റ്റിക് കൾച്ചർ അഥവാ യവന സംസ്കാരത്തെ അനുകൂലിച്ചിരുന്ന ഒരു അധർമ്മിയായിരുന്നു. സെലൂസിഡ് സാമ്രാജ്യത്തിലെ യവന രാജാവിൻ്റെ ദെമിത്രിയൂസിൻ്റെ ആനുകൂല്യം തേടി പോയ വ്യക്തിയുമായിരുന്നു അൽക്കിമൂസ്. അയാൾ മക്കബായരെ, യൂദാസ് മക്കബേയൂസിനെയും കൂട്ടരെയും രാജ്യദ്രോഹികളായി രാജസന്നിധിയിൽ ചിത്രീകരിച്ചു. രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് തൻ്റെ ലക്ഷ്യം, അതായത് പ്രധാന പുരോഹിതനാവുക, ജെറുസലേം ദേവാലയത്തിലെ പ്രധാന പുരോഹിതനാവുക എന്ന ലക്ഷ്യം അയാൾ സാക്ഷാത്കരിക്കുകയാണ്. പക്ഷേ പ്രധാന പുരോഹിതനായ അൽക്കിമൂസിൻ്റെയും അയാളെപ്പോലെ യഹൂദ വിശ്വാസത്തെ യവന സംസ്കാരത്തിനു വേണ്ടി തള്ളിപ്പറയാൻ തയ്യാറായ ഏതാനും ചിലരുടെയും നേതൃത്വത്തിൽ യൂദാദേശത്ത്, ഇസ്രായേലിൽ എങ്ങും കനത്ത നാശം അവർ വിതച്ചു. വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, അൽക്കിമൂസും അനുയായികളും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു. അത് വിജാതീയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു. വിജാതീയർ ചെയ്തതിനേക്കാൾ അധികമായ വിധത്തിൽ സ്വന്തം ആളുകൾ തന്നെ ജനത്തെ നശിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു അവസ്ഥ പലപ്പോഴും അങ്ങനെയാണ്. ഇന്നും ഈ ചരിത്രത്തിൻ്റെ തനിയാവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും
നമ്മുടെ സഭയ്ക്ക് കോട്ടം സംഭവിക്കുന്നത്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ബലികഴിക്കപ്പെടുന്നത്, നീതിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ പലപ്പോഴും അനീതിയുമായി സമരസപ്പെടുന്നതിന് ഒക്കെ നിദാനമായി തീരുന്നത് പുറത്തു നിന്നുമുള്ള ശക്തികളുടെ ആക്രമണങ്ങൾ എന്നതിനേക്കാൾ അകത്തു തന്നെ സംഭവിക്കുന്ന അന്തഃഛിദ്രങ്ങളാണ്. അതിനുള്ളൊരു വലിയ ഉദാഹരണമാണ് ഈ അൽക്കിമൂസിൻ്റെ ജീവിതം. തൻ്റെ ഒരു സ്ഥാനമോഹത്തിന് വേണ്ടി അദ്ദേഹം സ്വന്തം ജനത്തെ ഒറ്റുകൊടുക്കുകയാണ്. അങ്ങനെ ഈ അൽക്കിമൂസ് യൂദാദേശത്തെ, ഇസ്രായേലിനെ ദ്രോഹിക്കുന്നത് കണ്ട യൂദാസ് മക്കബേയൂസ് അയാളെ നേരിടാൻ തീരുമാനിക്കുന്നു. കാരണം അൽക്കിമൂസിന് വലിയ അപജയം സംഭവിച്ചിരിക്കുന്നു. പൗരോഹിത്യത്തിന് രാഷ്ട്രീയ മോഹങ്ങളുടെ ചിറക് മുളയ്ക്കുന്നത് പൗരോഹിത്യത്തിൻ്റെയും പുരോഹിതൻ്റെയും ധാർമ്മിക അധപതനത്തിന് കാരണമാകും. അതിനുള്ള ദൃഷ്ടാന്തമാണ് അൽക്കിമൂസ്. അതുകൊണ്ട് യൂദാസ് മക്കബേയൂസും മക്കബായരും വലിയ ഒരു സംഘർഷത്തിലേക്ക് കടക്കുന്നു. പിന്നീട് ഈ സംഘർഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് വചനഭാഗം സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പ്രധാന പുരോഹിതനും മക്കബായരും തമ്മിലുള്ള സംഘർഷത്തിന് ചരിത്രത്തിൽ അറുതി വരുന്നത് മക്കബായരിൽ തന്നെ ഒരുവനായിരുന്ന മത്താത്യാസിൻ്റെ മറ്റൊരു പുത്രൻ ജോനാഥാൻ, അദ്ദേഹം പ്രധാന പുരോഹിതനായി അവരോധിക്കപ്പെടുമ്പോഴാണ്. ഏതായാലും യൂദാസ് അൽക്കിമൂസിൻ്റെ ദ്രോഹങ്ങൾക്ക് അറുതി വരുത്താൻ തീരുമാനിക്കുന്നു. യൂദയായിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു. അതായത് വിശ്വാസത്തെ ത്യജിച്ചുകൊണ്ട് യവന സംസ്കാരത്തിന് വേണ്ടി എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറായ വ്യക്തികളെ, സമൂഹങ്ങളെ യൂദാസ് നേരിടുകയും വേട്ടയാടുകയും ചെയ്തു. അതുവഴി അൽക്കിമൂസിൻ്റെ നില പരുങ്ങലിലായി. ബെക്കിദസ് എന്ന സെലൂക്യ സ്നേഹിതനായ രാജാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ നാട് കൈപ്പിടിയിലൊതുക്കി അൽക്കിമൂസിനെ ഭരമേൽപ്പിച്ചത്. പക്ഷേ ഇതാ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിലുള്ള മക്കബായരുടെ ചെറുത്തുനിൽപ്പിന് മുൻപിൽ അൽക്കിമൂസ് പരാജിതനാകേണ്ടി വരുന്നു. അതിൻ്റെ ഭാഗമായി അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും മനസ്സിലാക്കുന്ന അൽക്കിമൂസ് ഡെമിത്രിയൂസ് രാജാവിൻ്റെ അടുക്കലെത്തി അഭയം പ്രാപിക്കുകയും മക്കബായർക്കെതിരെ ആരോപണങ്ങൾ നടത്തുകയുമാണ്. അടുത്തതായി ഇത്തരത്തിൽ ആരോപണങ്ങൾ ധാരാളമായി രാജസന്നിധിയിലെത്തിയപ്പോൾ യൂദാസ് മക്കബേയൂസിനെയും മക്കബായരെയും അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെ രാജാവ് നിയോഗിക്കുന്ന മറ്റൊരു പ്രഗത്ഭനായ സൈന്യാധിപൻ്റെ കഥയാണ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ 26 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നിക്കോനാർ എന്നാണ്. നിക്കാനോറിൻ്റെ നേതൃത്വത്തിലുള്ള ആ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വചനഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 26 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. തന്മൂലം രാജാവ് യഹൂദരെ നശിപ്പിക്കാനുള്ള കൽപ്പനയുമായി തൻ്റെ പ്രഗത്ഭ സൈന്യാധിപന്മാരിൽ ഒരുവനും ഇസ്രായേലിൻ്റെ ബദ്ധശത്രുവുമായ നിക്കാനോറിനെ അയച്ചു. നിക്കാനോർ ഒരു വലിയ സൈന്യവുമായി ജെറുസലേമിൽ ചെന്നു. അവൻ യൂദാസിനും സഹോദരന്മാർക്കും വഞ്ചനാപരമായ ഈ സമാധാന സന്ദേശം അയച്ചു. നമ്മൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളെ സൗഹാർദ്ദപൂർവ്വം സന്ദർശിക്കാൻ കുറച്ചു പേരുമായി ഞാൻ വരാം. അവർ യൂദാസിൻ്റെ അടുത്തെത്തി. അവർ പരസ്പരം സമാധാനാശംസകൾ നേർന്നു. എന്നാൽ വൈരി യൂദാസിനെ പിടികൂടാൻ ഒരുങ്ങിയിരുന്നു. ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നിക്കാനോർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു. അവൻ ഭയപ്പെട്ട്
നിക്കാനോറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു. തൻ്റെ തന്ത്രം പുറത്തായെന്ന് അറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കാനോർ കഫർ സലാമയിലേക്ക് പോയി. അവൻ്റെ സൈന്യത്തിലെ 500ഓളം പേർ നിലംപതിച്ചു. ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു. ദെമിത്രിയൂസ് രാജാവ് യൂദാസ് മക്കബേയൂസിനെയും മക്കബായരെയും നേരിടാനായി മക്കബായരെ പരാജയപ്പെടുത്തുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ തൻ്റെ പ്രഗത്ഭ സൈന്യാധിപനായ നിക്കാനോറിനെ യൂദയായിലേക്ക് അയക്കുകയാണ്. നിക്കാനോറിനെക്കുറിച്ച് വചനം പറയുന്ന 2 കാര്യമാണ്. ഒന്ന്, ഇയാൾ ദെമിത്രിയൂസ് രാജാവിൻ്റെ സൈനിക നിരയിലെ നേതൃത്വത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരിൽ ഒരാളാണ്. വലിയ യുദ്ധ നൈപുണ്യമുള്ള വ്യക്തിയാണ്. 2, ഇയാൾ ഇസ്രായേലിൻ്റെ ബദ്ധ ശത്രുവുമായിരുന്നു എന്ന് പറയുന്നു. എന്താണ് ഇസ്രായേലുമായിട്ടുള്ള ബദ്ധ ശത്രുതയ്ക്ക് കാരണം എന്ന് വ്യക്തമാക്കുന്നില്ല. എന്തായാലും മക്കബായരെ തന്നെ തകർത്ത് കളയാനുള്ള പകയോടെ, എന്നാൽ വലിയ യുദ്ധ നൈപുണ്യത്തോടെ നിക്കാനോർ യൂദയായിലേക്ക് എത്തുകയാണ്. പക്ഷേ നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ യൂദാസ് മക്കബേയൂസിനെയും മക്കബായരെയും പരാജയപ്പെടുത്തുക അസാധ്യമാണ് എന്ന കാര്യം നിക്കാനോർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവരെ വധിക്കുന്നത് ഒരു ചതിപ്രയോഗത്തിലൂടെ നടത്താം എന്ന് നിക്കാനോർ കരുതുകയാണ്. അതിനായി അദ്ദേഹം ഒരു ചതിപ്രയോഗത്തിനുള്ള രംഗം സജ്ജീകരിക്കുന്നു. ആദ്യമായി തന്നെ തൻ്റെ കൂട്ടത്തിൽ നിന്നുമുള്ള ഏതാനും പേരെ ഒരു സമാധാന സന്ദേശവുമായി ഒരു പ്രതിനിധി സംഘത്തെ നിക്കാനോർ യൂദാസ് മക്കബേയൂസിൻ്റെയും മക്കബായരുടെയും അടുത്തേക്ക് അയക്കുകയാണ്. നിക്കാനോർ അയച്ച ആളുകൾ ആ വഞ്ചനാപരമായ സന്ദേശം ഇപ്രകാരമായിരുന്നു: നമ്മൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, നിങ്ങളെ സൗഹാർദ്ദപൂർവ്വം സന്ദർശിക്കാൻ കുറച്ചു പേരുമായി ഞാൻ വരാം. നിക്കാനോറിൻ്റെ ഈ വഞ്ചനാപരമായ സന്ദേശവുമായി പ്രതിനിധി സംഘം യൂദാസ് മക്കബേയൂസിനെയും മക്കബായരെയും കണ്ടു. പരസ്പരം സമാധാന ആശംസകൾ നേർന്നു. പക്ഷേ ഈ സന്ദേശത്തിലെയും ഈ പ്രതിനിധി സംഘത്തിൻ്റെയും വഞ്ചനാപരമായ ഉദ്ദേശ്യം മനസ്സിലാക്കാൻ യൂദാസ് മക്കബേയൂസിന് സാധിച്ചു. അതുകൊണ്ട് നിക്കാനോറും സൈന്യവുമായുള്ള വീണ്ടും ഒരു കൂട്ടിച്ചേരലിന് അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടലിനുള്ള സാധ്യത യൂദാസ് മക്കബേയൂസ് തള്ളിക്കളഞ്ഞു. നിക്കാനോറിനെ കാണാനുള്ള തൻ്റെ വിസമ്മതം അദ്ദേഹം അറിയിക്കുകയാണ്. അതായത് ഒരു വഞ്ചനയിലൂടെ യൂദാസ് മക്കബേയൂസിനെയും കൂട്ടരെയും വധിക്കുക എന്ന നിക്കാനോറിൻ്റെ പദ്ധതി പൊളിയുകയാണ്. അതോടുകൂടെ നിക്കാനോർ കുപിതനായിത്തീരുന്നു. നിക്കാനോറിനെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള യുദ്ധ മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അതിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കാഫർ സലാമ എന്ന സ്ഥലത്തേക്ക് അവർ പിന്മാറുന്നു. അതിനിടയിൽ നിക്കാനോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാനും പേർ, 500ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പിന്മാറിയതിന് ശേഷം നിക്കാനോർ വലിയ സൈനിക നീക്കം നടത്തുന്നത് യൂദയായുടെ ദേവാലയ നഗരമായ ജെറുസലേമിലേക്കാണ്. യൂദയായിലെ ദേവാലയ നഗരമായ ജെറുസലേമിലേക്ക്, ജെറുസലേം ദേവാലയത്തിലേക്ക് നിക്കാനോർ നടത്തുന്ന സന്ദർശനത്തിൻ്റെ ചരിത്രമാണ് തുടർന്ന് വരുന്ന വചനഭാഗത്തുള്ളത്. നമുക്കതൊന്ന് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് തുടർന്ന് വായിക്കാം. ഇതുകഴിഞ്ഞ് നിക്കാനോർ സിയോൻ മലയിലേക്ക് പോയി. ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കാനും രാജാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു. എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും
ധിക്കാരപൂർവം ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു. അവൻ രോഷാകുലനായി ശപഥം ചെയ്തു, ഇപ്രാവശ്യം യൂദാസും സൈന്യവും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആലയം അഗ്നിക്കിരയാക്കും. അനന്തരം അവൻ ക്രുദ്ധനായി ഇറങ്ങിപ്പോയി. ഇതുകേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമുള്ള ആലയമായിട്ടു തന്നെ. ഇവനോടും ഇവൻ്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക. അവരെല്ലാവരും വാളിനിരയാകട്ടെ. അവരുടെ ദൈവദൂഷണങ്ങൾ അങ്ങ് ഓർക്കുക. അവർ ഇനി നിമിഷനേരം ജീവിക്കാതിരിക്കട്ടെ. തൻ്റെ ചതിപ്രയോഗം കൊണ്ട് യൂദാസ് മക്കബേയൂസിനെയും കൂട്ടരെയും കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല, വധിക്കാൻ കഴിയുന്നില്ല എന്ന വസ്തുത നിക്കാനോറിനെ കോപാകുലനാക്കി മാറ്റിയിരിക്കുകയാണ്. അയാൾ പിന്നീട് തൻ്റെ സൈന്യവുമായി കടന്നു ചെല്ലുന്നത് സിയോൻ മലയിലേക്കാണ്, ജെറുസലേമിലേക്കാണ്. ജെറുസലേമിലേക്ക് കടന്നു ചെന്ന് ജെറുസലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് നിക്കാനോറും സൈന്യവും പ്രവേശിക്കുന്ന അതേ സമയം ദേവാലയത്തിലെ പുരോഹിതന്മാരും ജനപ്രമാണികളും എല്ലാം വലിയ ആദരവോടെ പുറത്തേക്ക് വരികയാണ്. അവർ പുറത്തേക്ക് വന്നിട്ട് അങ്ങേയറ്റം സൗഹൃദ ഭാഷയിൽ നിക്കാനോറിന് ആദരവുകൾ നേർന്നുകൊണ്ട് ജെറുസലേം ദേവാലയത്തിനുള്ളിൽ പോലും സെലൂസിഡ് രാജാവായ ദെമിത്രിയൂസിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ദഹനബലികളും മറ്റും കാണിച്ചു കൊടുക്കുകയും തങ്ങൾ ഒരു കാരണവശാലും രാജ്യദ്രോഹികളല്ല, തങ്ങൾക്ക് രാജാവിനോട് വിരോധമില്ല, തങ്ങളുടെ ദേവാലയത്തിൽ പോലും തങ്ങൾ രാജാവിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ്, അതുകൊണ്ട് തങ്ങളെ സൈന്യാധിപനായ നിക്കാനോർ ഒരു രാജദ്രോഹി വംശമായി ചിത്രീകരിക്കരുത് എന്ന അപേക്ഷയുമായി ആദരവോടെ സൗഹാർദ്ദപൂർവ്വം അവനെ സ്വീകരിക്കുന്ന ജനപ്രമാണികളെയും പുരോഹിത പ്രമുഖരെയുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആദരവോടെ സൗഹാർദ്ദപൂർവ്വം അവനെ സ്വീകരിച്ച ഈ പുരോഹിത പ്രമുഖരോടും ജനപ്രമാണികളോടും നിക്കാനോർ ഇടപെട്ടത് തികച്ചും ധിക്കാരപരമായ മനോഭാവത്തോടെ ആയിരുന്നു. വചനം പറയുന്നു, എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവ്വം ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു. തന്നോട് സൗഹാർദ്ദം കാണിച്ചവരെ, തന്നെ ആദരിച്ചവരെ, തങ്ങളുടെ ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് കടന്നു വന്ന ഒരു വിജാതീയനായ സൈന്യാധിപനെ ആദരപൂർവ്വം സ്വീകരിച്ച ആ പൗരോഹിത്യ ശ്രേഷ്ഠരെയും ജനപ്രമാണികളെയും നിന്ദിക്കുകയാണ് നിക്കാനോർ ചെയ്യുന്നത്. മാത്രവുമല്ല, ഒരു ഭീഷണി നിക്കാനോർ അവരുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. ഭീഷണി ഇതാണ്, ഞാനിപ്പോൾ ഇതാ യൂദാസ് മക്കബേയൂസിനോടും മക്കബായരോടും യുദ്ധം ചെയ്യാൻ പോകുന്നു. ഈ യുദ്ധത്തിൽ ഞാൻ വിജയിച്ചില്ലെങ്കിൽ, അഥവാ ഈ യുദ്ധത്തിൽ എനിക്ക് യൂദാസ് മക്കബേയൂസിനെയും മക്കബായരെയും കൂട്ടക്കൊല ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും, തിരിച്ചു വന്ന് ഈ ദേവാലയത്തെ അഗ്നിക്കിരയാക്കും, ഇത് ഞാൻ ചുട്ടരിക്കും എന്ന ഒരു വലിയ ഭീഷണിയുടെ സ്വരം കൂടി ഉയർത്തിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. ഈ ഭീഷണിയുടെ സ്വരം കേട്ടപ്പോൾ തീർച്ചയായും ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതന്മാരും ജനത്തിൻ്റെ പ്രമാണികളുമെല്ലാം വലിയ ദുഃഖിതരായി മാറി. കാരണം ഒരു പ്രബല സൈന്യമാണ്, പ്രഗത്ഭനായ സൈന്യാധിപനാണ് തങ്ങൾക്കെതിരെ ഈ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. അഹന്തയുടെ ആൾരൂപമായ നിക്കാനോറാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ പുരോഹിതരും ജനപ്രമാണികളും നിസ്സഹായരായി തീർന്നു. ആ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ അവർ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ഇനി ആശ്രയമായിട്ടുള്ളത്. ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്നുകൊണ്ട് അവർ കരയുകയാണ്. കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു, അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമുള്ള ആലയമായിട്ടു തന്നെ ഈ ആലയത്തെ അങ്ങ് സംരക്ഷിക്കണമേ എന്നാണ് അവരുടെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം. ഇപ്പോൾ ഇതാ ഒരു പ്രതിയോഗി കടന്നു വന്ന് ഈ ദേവാലയത്തെ ചുട്ട് ചാമ്പലാക്കും, അഗ്നിക്കിരയാക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുന്നു. അതിനാൽ അവനോടും അവൻ്റെ സൈന്യത്തോടും കർത്താവായ ദൈവമേ, അവിടുന്ന് തന്നെ പ്രതികാരം ചെയ്യണമേ. അവരെല്ലാവരും വാളിനിരയാകട്ടെ, ശത്രു ഇല്ലാതായിത്തീരട്ടെ. അവരുടെ ദൈവദൂഷണങ്ങൾ അവിടുന്ന് ഓർക്കുക. ഇനി അവർ നിമിഷനേരം ജീവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പുരോഹിതന്മാർ ദേവാലയത്തിൻ്റെ മുൻപിൽ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സമയം നിക്കാനോർ വലിയ സൈന്യസന്നാഹവുമായി യുദ്ധത്തിന് പുറപ്പെടുന്നു. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.